തലപ്പാടി നസ്രത്ത് മാർത്തോമ യുവജന സഖ്യത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയാകുന്നു. 1950-ലാണ് നസ്രത്ത് മാർത്തോമ യുവജന സഖ്യം രൂപീകരിച്ചത്. സഖ്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് യൂത്ത് അലൈവ് എന്ന പരിപാടിയിലൂടെ സമൂഹത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണിവർ. വീടില്ലാത്ത നിർധന കുടുംബത്തിന് വീട് വെച്ച് നൽകുന്നതിനുള്ള ധനസമാഹരണത്തിലാണ് നസ്രത്ത് മാർത്തോമ യുവജന സഖ്യം. ഇതിനായി ഇന്ന് രാത്രി കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ സംഗീത വിരുന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. 75-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മാമൻ മാപ്പിള ഹാളിൽ കുട്ടികൾക്കായുള്ള ചിത്രരചനാ മത്സരം രാവിലെ നടന്നു. നിരവധി കുട്ടികൾ മത്സരത്തിൽ പങ്കാളികളായി. കുഞ്ഞുങ്ങളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുകയും സാമൂഹിക പ്രതിബദ്ധതയുള്ള പുതുതലമുറയെ വാർത്തെടുക്കുകയുമാണ് ലക്ഷ്യമെന്ന് ഫാദർ എബ്രഹാം സി മാത്യു പറഞ്ഞു. തലപ്പാടി നസ്രത്ത് മാർത്തോമ യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ യൂത്ത് എലൈവ് എന്ന പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്രകാരം ഇന്ന് കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ വെച്ച് ചിത്രരചനയും പെയിന്റിംഗ് കോമ്പറ്റീഷനും നടത്തപ്പെട്ടത്. ഇതിന്റെ ഒരു ഉദ്ദേശം സാമൂഹികമായിട്ട് ഒരു ബോധവൽക്കരണം എന്ന നിലയിൽ തന്നെ അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് കഴിവുകളെ അവരെ കുറച്ചുകൂടെ പ്രകാശിപ്പിക്കുവാനായിട്ടൊക്കെ ഈ ഒരു പ്രോഗ്രാം ആഗ്രഹിക്കുകയാകുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഇവിടെ നടക്കുന്ന വിവിധ പ്രോഗ്രാമുകളിൽ ലഭിക്കുന്ന ഒരു സാമ്പത്തികമായിട്ടുള്ള വരുമാനം നമ്മുടെ സമൂഹത്തിൽ ഇടമില്ലാത്ത ഒരു കുട്ടിക്ക് ഇടം ഒരുക്കുക എന്നുള്ളതാണ്. പാർപ്പിടമില്ലാത്ത ഒരാൾക്ക് പാർപ്പിടം ഒരുക്കുക എന്നുള്ളതും ഒരു കരുതലിന്റെ വലിയൊരു സന്ദേശം ഇതിലൂടെ പങ്കുവെക്കപ്പെടുവാൻ ആഗ്രഹിക്കുകയാവുന്നു. നിർധന കുടുംബത്തിന് കിടപ്പാടം ഉണ്ടാക്കി കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ മുന്നോട്ടും ഉണ്ടാകുമെന്നും നസ്രത്ത് മാർത്തോമ യുവജന സഖ്യം ഭാരവാഹികൾ പറയുന്നു. 1950 സ്ഥാപിതമായ തലപ്പാടി നസ്രത്ത് മാർത്തോമ യുവജന സഖ്യം ചാരിറ്റി പ്രവർത്തനങ്ങളാണ് കൂടുതലായിട്ട് ചെയ്തു വരുന്നത്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ക്രിസ്തീയ ഗാനസന്ധ്യയിൽ ഇമ്മാനുവൽ ഹെൻറിയും സംഘവും അവതരിപ്പിക്കുന്ന ക്രിസ്തീയ ഗാനസന്ധ്യ ഒരു കൊച്ചിന് വീട് വെക്കുക എന്നുള്ള വലിയ ഉദ്യമത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. ഏകദേശം 10 ലക്ഷം രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ 2026 യൂത്ത് ലൈവിലൂടെ ഞങ്ങൾ റേസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരോടുമുള്ള ഈ സമയത്ത് ഈ നാട് മൊത്തം ഈ ഒരു ഞങ്ങളുടെ പ്രൊജക്റ്റിൽ സഹായിച്ചു. ജാതിമത ഭേദമന്യേ പലരും ഇതിൻ്റെ സ്പോൺസേഴ്സായി സഹായിച്ചു. എല്ലാവരോടുമുള്ള ഈ സമയത്ത് നന്ദി. ന്യൂസ് ബ്യൂറോ, കോട്ടയം.